എനിക്ക് ആർട്ട് പരമായിട്ട് ഒരു ബന്ധം ഉണ്ടായിരുന്നില്ല. സ്കൂളിൽ വെച്ചിട്ടാണെങ്കിലും ഭയങ്കരമായിട്ട് വരയ്ക്കോ അങ്ങനെയൊന്നും ഒരു കോമ്പറ്റീഷന് പാർട്ടിസിപ്പേറ്റ് ചെയ്യോ അങ്ങനെ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. വെറുതെ ഇരിക്കുന്ന സമയത്ത് എന്തെങ്കിലും നോക്കി വരയ്ക്കുക, പൂക്കൾ വരയ്ക്കുക, അങ്ങനെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. കോളേജിലാണ് പിന്നെയും കയറിയപ്പോൾ കുറച്ചും കൂടെ ക്രിയേറ്റീവായിട്ട് പൂക്കൾ വരയ്ക്കുകയും അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായത് കോളേജിൽ കയറിയപ്പോൾ തന്നെ. അവിടെയും അങ്ങനെ പാർട്ടിസിപ്പേഷനൊന്നും ഉണ്ടായിരുന്നൊന്നുമില്ല ആർട്സിന്. 2020 രണ്ടാമത്തെ മോനെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്താണ് എന്തെങ്കിലും എനിക്ക് പണ്ട് തുടങ്ങി വെറുതെ ഇരിക്കാൻ അത്ര ഇഷ്ടമില്ലായിരുന്നു, എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കാൻ ഇഷ്ടമാണ്. അങ്ങനെ ആ സമയത്ത് വെറുതെ ഇരുന്നപ്പോൾ മോന് ജനിച്ച് വരുമ്പോഴത്തേക്ക് ഇടാനുള്ള ഉടുപ്പുകൾ എംബ്രോയ്ഡറി ചെയ്തെടുത്താലോ എന്നൊരു വിചാരം വന്നത്. അപ്പോൾ അങ്ങനെയാണ് യൂട്യൂബ് നോക്കി എനിക്ക് വേണ്ട പൂക്കളുടെ ഡിസൈൻ മാത്രം അല്ലെങ്കിൽ എനിക്ക് വേണ്ട സ്റ്റിച്ചസ് മാത്രമാണ് ഞാൻ യൂട്യൂബിൽ നോക്കി അത് പഠിച്ചെടുക്കുക ചെയ്തത്. എനിക്കിപ്പോഴും എല്ലാ സ്റ്റിച്ചസും ഒന്നും അറിയാനും പാടില്ല. എനിക്ക് ആവശ്യമുള്ള സ്റ്റിച്ചുകൾ ഞാൻ യൂട്യൂബ് നോക്കി പഠിക്കും. അങ്ങനെയാണ് കൂടുതലും പ്രാക്ടീസ് ചെയ്ത് എംബ്രോയ്ഡറിയിലേക്ക് കടന്നത്. ഹോം ഡെക്കർ പണ്ടേ ഇഷ്ടപ്പെട്ടൊരു പരിപാടിയായിരുന്നു. കുഞ്ഞിലേ തുടങ്ങി സാധനങ്ങൾ അറേഞ്ച് ചെയ്യാനും വീട്ടിലുള്ള സാധനങ്ങൾ തന്നെ റീഅറേഞ്ച് ചെയ്ത് ഒരു റൂമിലേക്ക് മാറ്റി വയ്ക്കാനും ഒക്കെ ഇഷ്ടമുള്ള പരിപാടിയായിരുന്നു. അങ്ങനെ എംബ്രോയ്ഡറി പഠിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഇതെങ്ങനെ ഒന്ന് ക്രിയേറ്റീവായിട്ട്, ഉടുപ്പുകളിലും എല്ലാം എല്ലാവരും ചെയ്യണത്, അപ്പോൾ എങ്ങനെ ഒന്ന് ക്രിയേറ്റീവായിട്ട് ചെയ്യാമെന്ന് ചിന്തിച്ചപ്പോഴാണെന്ന് ഒന്ന് ക്ലോക്കിലേക്ക് ട്രൈ ചെയ്താലോ എന്ന് വിചാരിച്ചത്. അപ്പോൾ ഇതിന് മുന്നേ ഒരു ക്ലോക്ക് ഒരു ഇഷ്ടപ്പെട്ടൊരു ബെഡ്ഷീറ്റ് ഉണ്ടായിരുന്നു, ഇളമെന്നൊരു ബെഡ്ഷീറ്റ് ഉണ്ടായിരുന്നു. ആ ബെഡ്ഷീറ്റ് കുറേ നാൾ യൂസ് ചെയ്തത് കളയാനും തോന്നണില്ല. അങ്ങനെ അതിൽ നിന്നൊരു ചെറിയ പീസ് എടുത്തിട്ടാണ് ക്ലോക്കിലേക്ക് അറ്റാച്ച് ചെയ്തത്. ക്ലോക്കിലേക്ക് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് നല്ലൊരു പീസായിട്ട് തോന്നി. അങ്ങനെയാണ് എംബ്രോയ്ഡറി പഠിച്ച് കഴിഞ്ഞപ്പോൾ എന്നാൽ നമുക്കൊന്ന് ക്ലോക്കിലേക്ക് ട്രൈ ചെയ്യാമെന്നൊരു തോന്നുന്നത്. ഇപ്പോൾ ഹസ്ബൻഡ് ഈ മെക്കാനിസം പാർട്സൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, ഓരോന്ന് ചെയ്യാനും ഒക്കെ ഭയങ്കര താല്പര്യമാണ്. അങ്ങനെ പുള്ളിനോട് വെച്ചപ്പോൾ പുള്ളി പറഞ്ഞു ഓക്കെ നമുക്കത് ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് എംബ്രോയ്ഡറി ചെയ്തൊരു പീസ് ക്ലോക്കിലേക്ക് അറ്റാച്ച് ചെയ്യുന്നത്. ഞങ്ങൾ ആ സമയത്ത് ഇത് ചെയ്തതൊക്കെ ഞങ്ങൾ ദുബായിലായിരുന്നു. ഇപ്പോൾ അതെനിക്ക് ദുബായിൽ നിന്ന് തിരിച്ച് 2020 ലാസ്റ്റോടുകൂടി നാട്ടിലോട്ട് റീലൊക്കേറ്റ് ചെയ്തപ്പോൾ ഈ ക്ലോക്ക് ഞാൻ കൊണ്ടുവരാൻ ഒട്ടും മറന്നില്ല. അപ്പോൾ ആ ക്ലോക്ക് കൊണ്ടുവന്ന് ഞങ്ങളുടെ ഫ്ലാറ്റിൽ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അത് എല്ലാവരും വന്ന് കാണുന്നവരൊക്കെ ഇത് നല്ലതാണല്ലോ, ഇത് ഇതുവരെ കണ്ടിട്ടില്ലല്ലോ, ആര് ചെയ്തതെന്നൊക്കെ ചോദിച്ചപ്പോൾ ഒരു ഭയങ്കര പ്രോത്സാഹനമാണ് കിട്ടിയത്. അങ്ങനെ ഓക്കെ ശരി ഓരോന്നോരോന്ന് ട്രൈ ചെയ്യാമെന്ന് വെച്ചാൽ വേറെ വേറെ ഡിസൈൻസ് ട്രൈ ചെയ്തു, ഗ്രൂപ്പുകളിലിട്ടു, പിന്നെ കുറേ പേർക്ക് ഗിഫ്റ്റ് ചെയ്തു, പിന്നെ കുറേ പേര് നമ്മളോട് ഇങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്തു അവരുടെ ഇൻറ്റീരിയറിനനുസരിച്ച് ചെയ്തു തരുമെന്ന്. അങ്ങനെയാണ് പതുക്കെ ഇത് മുന്നോട്ട് കൊണ്ടുപോയത്. 2020 ഞാൻ ആദ്യമായിട്ട് ക്ലോക്ക് ചെയ്തത്. തിരിച്ച് നാട്ടിൽ വന്നിട്ട് ഇങ്ങനെ 1-2 ക്ലോക്കൊക്കെ ചെയ്ത് പോയിരുന്നു. 2023 ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ ആയപ്പോൾ നമുക്കൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ആ ഇൻ്റർവ്യൂ എനിക്ക് ശരിക്കും കയറി ഹിറ്റാവുകയാണ് ചെയ്തത്. അപ്പോൾ ആ ഇൻ്റർവ്യൂ കഴിഞ്ഞ് ഇന്ന് വരെ നമ്മളൊരു നിയർലി ഒരു 200 ക്ലോക്ക്സ് ചെയ്തിട്ടുണ്ട്. അതും പല മോഡലിൽ ചെയ്തിട്ടുണ്ട്, റൗണ്ട് ചെയ്തിട്ടുണ്ട്, സ്ക്വയർ ചെയ്തിട്ടുണ്ട്, ഓവൽ ചെയ്തിട്ടുണ്ട്, പെൻഡുലം ക്ലോക്ക്സ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഏറ്റവും എനിക്ക് ഹൈലൈറ്റ് ആയിട്ട് തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ കാര്യം വെച്ച് കഴിഞ്ഞാൽ അതൊരു യുണീക്ക് ഗിഫ്റ്റ് ആയിട്ടാണ് കൊടുക്കുന്നത്. നമ്മൾ ക്ലോക്കുകൾ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്ത് വന്നിട്ടുള്ള ക്ലോക്ക്സ് വളരെ റെയറായിട്ടാണ് കണ്ടേക്കണമെന്ന് എല്ലാവരും പറഞ്ഞിരിക്കണം. പിന്നെ അതുകൂടെയല്ല ഇതൊരു കസ്റ്റമൈസ്ഡ് ഗിഫ്റ്റാണ്. ഇപ്പോൾ ആൾക്കാർക്ക് അവരുടെ പേരെഴുതി ഒരു സ്പെഷ്യൽ ഫീൽ, ഇപ്പം നമ്മുടെ പേരെഴുതി ഒരു ക്ലോക്ക് കിട്ടുക അല്ലെങ്കിൽ എംബ്രോയ്ഡറി ചെയ്ത് നമ്മുടെ ഇഷ്ടത്തിലൊരു ക്ലോക്ക് കിട്ടുമ്പോൾ ഒരു പ്രത്യേക ഫീലല്ലേ. അപ്പോൾ മിക്കവരും വരുന്നത് ഇങ്ങനെ കസ്റ്റമൈസ് ചെയ്തോന്ന്, അല്ലെങ്കിൽ ബൈബിൾ വേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ പിള്ളേരുടെ പേരെഴുതുന്നവരുണ്ട്, വെഡിങ് ആനിവേഴ്സറിക്ക് പേരും ഡേറ്റും അങ്ങനെ ചെയ്യുന്നവരുണ്ട്. അങ്ങനെയാണ് നമ്മൾ കൂടുതൽ ക്ലോക്ക്സ് ചെയ്യുന്നത്. പിന്നെ വാൾപേപ്പർ, ഓരോ വീടിൻ്റെയും ഇൻറ്റീരിയർ അനുസരിച്ചിട്ട് വാൾപേപ്പറിൻ്റെ ഡിസൈൻ അനുസരിച്ചിട്ട് ക്ലോക്ക് ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ക്ലോക്ക് ആയതുകൊണ്ട് തന്നെ ഗ്ലാസ് പീസും കൂടെ ആയതുകൊണ്ട് ഇതിൻ്റെ കൊറിയർ ഭയങ്കര പാടാണ്, പൊതുവേ ബുദ്ധിമുട്ടാണ്. പക്ഷേ എന്നാലും നമ്മൾ ഭയങ്കരമായിട്ട് പാക്ക് ചെയ്ത് ഒത്തിരി സേഫായിട്ടാണ് ഓൾ ഇന്ത്യ ഡെലിവറി ചെയ്യാറുണ്ട്. പിന്നെ US പോയിട്ടുണ്ട്, ദുബായ് പോയിട്ടുണ്ട്, ഇവിടെയൊക്കെ നമ്മൾ ക്ലോക്കുകൾ ഡെലിവറി ചെയ്തിട്ടുണ്ട്. നമ്മുടെ ക്ലോക്ക് കൂടുതലും ആൾക്കാർ അറിഞ്ഞു വന്നത് ബൈ മൗത്താണ്. കസിൻസ്, റിലേറ്റീവ്സ്, ഫ്രണ്ട്സ് ഇവരൊക്കെ വീട്ടിൽ വന്ന് കണ്ടവർ അല്ലെങ്കിൽ മേടിച്ചവർ അങ്ങനെ ബൈ മൗത്ത് പാസ് ചെയ്താണ് കൂടുതൽ ക്ലോക്ക്സ് പോയിരിക്കുന്നത്. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ എനിക്കൊരു പേജ് ഉണ്ട്, ക്ലോക്ക് ഓൺ എ വാൾ എന്ന് പറഞ്ഞിട്ട്. ആ പേജിലും ഒത്തിരി മെസ്സേജസ് വരാറുണ്ട്. അങ്ങനെയാണ് യൂഷ്വലി ക്ലോക്കിന് ഓർഡറുകൾ എടുക്കാറ്. ഞാൻ ചിന്നു സെബാസ്റ്റ്യൻ, ഞാനൊരു വീട്ടമ്മയാണ്. എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് അനിൽ ആൻ്റണി പോൾ. എനിക്ക് 2 മക്കളാണുള്ളത്, ടോണി പോൾ പാനിക്കുളവും ജോർജ് സെബാസ്റ്റ്യൻ പാനിക്കുളവും. രണ്ടുപേരും സ്കൂളിലാണ്. ഞങ്ങൾ താമസിക്കുന്നത് കാക്കനാടാണ്. ഹസ്ബൻഡ് ജോലിക്ക് പോയി കഴിഞ്ഞാലും പിള്ളേർ സ്കൂളിൽ പോയി കഴിഞ്ഞാലും ഒരുപാട് ഫ്രീ ടൈം ഉണ്ടായിരുന്നു. ഞാനൊരു MTech ഗ്രാജുവേറ്റ് ആണ്, ഒരു കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് പിന്നെ വീട്ടിലിരുന്ന് തന്നെ എന്തെങ്കിലും ചെയ്യണം, അല്ലെങ്കിൽ പഠിച്ച കാര്യങ്ങളല്ല അല്ലാതെ തന്നെ എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് ചെയ്യണം എന്നൊരു ഉദ്ദേശത്തിലാണ് നമ്മൾ ഇതിനകത്തോട്ട് കടന്നത്.
ഇത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തന്നെ സമയം ഒരുപാട് പോയി കിട്ടി, ഇഫക്റ്റീവായിട്ട് പോയി കിട്ടുകയും ചെയ്തു. അതുമാത്രമല്ല എനിക്ക് ഹോബിയായിട്ട് സ്റ്റാർട്ട് ചെയ്തൊരു കാര്യം ഇപ്പം എനിക്കിതൊരു നല്ലൊരു ഇൻകം കൂടെയാണ്. എനിക്കതുവരെ ഈ ഫാമിലീനെ സപ്പോർട്ട് ചെയ്യാനും അതേപോലെ തന്നെ എൻ്റെ കാര്യങ്ങൾക്കാണെന്നുണ്ടെങ്കിലും എന്തിനാണെങ്കിലും എനിക്കതൊരു ഇൻകം നന്നായിട്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒരു ഹോബിയായിട്ട് സ്റ്റാർട്ട് ചെയ്ത കാര്യം ഇൻകം ആകുമ്പോൾ അതൊരു പ്രത്യേക ഒരു പ്ലഷറാണ്. നമ്മൾ അധ്വാനിച്ച് നമ്മുടെ കയ്യിൽ കുറച്ച് കാശ് വരുമ്പോൾ അതൊരു പ്രത്യേക ഫീലല്ലേ. അതേപോലെ തന്നെ നമ്മുടെ സാധനങ്ങൾ, നമ്മൾ ഉണ്ടാക്കിയ സാധനങ്ങൾ വേറൊരാൾ മേടിക്കുമ്പോഴും നമ്മൾ അതിനകത്ത് അപ്രിസിയേറ്റ് ചെയ്യുമ്പോഴും നമുക്കതൊരു ഹാപ്പിനെസ്സാണ്. ഏതെങ്കിലും ഒരു വീട്ടിൽ പോയി കഴിയുമ്പോൾ ഉദയം എൻ്റെ ക്ലോക്ക് അവിടെ ഇരിക്കണമെന്ന് പറയുമ്പോൾ തന്നെ അതൊരു പ്രത്യേക ഒരു സന്തോഷം തന്നെയാണ്. ഡിസൈൻ ചെയ്യുക, എംബ്രോയിഡറി ചെയ്യുക എന്നത് മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. ബാക്കി ഇതൊരു ക്ലോക്കാക്കി മാറ്റുന്നത് മൊത്തം ഹസ്ബൻഡാണ്. എന്നെ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യണത് എൻ്റെ ഹസ്ബൻഡാണ്. എത്ര രാത്രി ആൾ ജോലി കഴിഞ്ഞ് വന്നാലും ക്ലോക്ക് ഫിറ്റ് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മടിയും കൂടാതെ വളരെ സന്തോഷത്തോടു കൂടിയാണ് എനിക്കത് ഫിറ്റ് ചെയ്ത് തരുന്നത്. എനിക്കത് വലിയൊരു കാര്യമാണ്. എൻ്റെ മക്കളാണെങ്കിലും സ്കൂളിൽ പോയിട്ട് അമ്മ ക്ലോക്ക് ചെയ്യും, ഭയങ്കര ബൈ മൗത്ത് കൂടുതൽ ഇവന്മാരാണ് സപ്പോർട്ട് ചെയ്യണത്. ഫ്രണ്ട്സിനോട് പറയാനാണെങ്കിലും എല്ലാത്തിനും എല്ലാ പ്രാവശ്യവും ചോദിക്കും പുതിയ ഓർഡർ വരും, മമ്മി ഓർഡർ വന്നോ, അല്ലെങ്കിൽ എല്ലാ കാര്യത്തിനും സപ്പോർട്ട് ചെയ്യാനും മക്കളും എൻ്റെ കൂടെ തന്നെയുണ്ട്. ക്ലോക്ക് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച് അതിൻ്റെ ഡയൽ മാറ്റി അതിനകത്തേക്ക് നമ്മുടെ പ്രൊഡക്റ്റ് ആഡ് ചെയ്യുമല്ല നമ്മൾ ചെയ്യണത്. ഇത് നമ്മുടെ ഓൺ പ്രൊഡക്റ്റാണ്. ഈ ക്ലോക്ക് നിങ്ങളുടെ കയ്യിൽ വരുമ്പോൾ ഇത് ഫുള്ളി നമ്മുടെ പ്രൊഡക്റ്റായിട്ടാണ് തരുന്നത്. ക്ലോക്ക് നമ്മൾ ബൾക്കായിട്ട് മാനുഫാക്ചർ ചെയ്തെടുത്ത് അതിനകത്തേക്കാണ് നമ്മുടെ എംബ്രോയിഡേർഡ് ഡിസൈൻ അതിനകത്തേക്ക് ആഡ് ചെയ്യണത്. ഹാൻഡ് എംബ്രോയിഡറിയുടെ ഡിഫറെൻറ്റ് ക്രിയേറ്റീവ് വെറൈറ്റീസ് ഇറക്കാനാണ് എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹം. എൻ്റെ ഹാൻഡ് എംബ്രോയിഡറിയിൽ പല ക്രിയേറ്റിവിറ്റീസ് കൊണ്ടുവരാനാണ് നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. എൻ്റെ ബാക്കിൽ കാണുന്ന ഈ മിററും നമ്മൾ അതേപോലെ തന്നെ ചെയ്തതാണ്. രണ്ട് സൈഡിലും ഹാൻഡ് എംബ്രോയിഡറി ചെയ്ത് അങ്ങനത്തെ മിറേഴ്സും നമ്മളിപ്പോൾ ചെയ്യുന്നുണ്ട്. ഹോം ഡെക്കർ ഇഷ്ടപ്പെടുന്നത് കൊണ്ട് തന്നെ നമ്മൾ ക്ലോക്ക്സ്, മിറേഴ്സ് അതുമാത്രമല്ല, അതുകൊണ്ടാണ് ടേബിൾ ക്ലോത്ത്സ് ചെയ്യുന്നുണ്ട്. അതിലും ഷാഡോ വർക്ക് ചെയ്ത ടേബിൾ ക്ലോത്ത്സും അതാണ് നമ്മുടെ മേജർ ഹൈലൈറ്റ്. ഷാഡോ വർക്ക് ചെയ്ത ടേബിൾ ക്ലോത്ത്സ്, ബെഡ് സ്പ്രെഡ്, അതുപോലെ തന്നെ ഹാൻഡ് ടവൽസ്, പിന്നെ ടിഷ്യൂ ബോക്സ് കവേഴ്സ്, ഇതും നമ്മൾ നമ്മുടെ പ്രൊഡക്റ്റായിട്ട് തന്നെ ലോഞ്ച് ചെയ്യുന്നുണ്ട്. ഞാൻ രണ്ട് കാര്യത്തിലാണ് വിശ്വസിക്കുന്നത്. താൻ പാതി ദൈവം പാതി. ഇതൊരു ബിസിനസ്സായിട്ട് തുടങ്ങുമെന്ന് ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല. നമ്മളതൊരു ഹോബിയായിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. ഇതൊരു ബിസിനസ് ആവണമെന്നോ അല്ലെങ്കിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകുമെന്നോ ഇങ്ങനെ ഫുൾ ക്ലോക്കായിട്ട് തന്നെ എനിക്ക് കൊടുക്കാൻ പറ്റുന്ന അങ്ങനെയൊന്നും ചിന്തിച്ച ആളല്ല. രണ്ടാമത്തെ കാര്യം ഞാൻ വിശ്വസിക്കുന്നത് ഗോഡ് ഡസ് തിങ്സ് അറ്റ് ഇറ്റ്സ് ബെസ്റ്റ് ടൈം എന്നുള്ളതാണ്. എനിക്ക് എൻ്റെ സമയമായപ്പോൾ ദൈവം ഏറ്റവും നല്ലൊരു കാര്യം ഞാൻ പോലും വിചാരിക്കാതിരുന്നു, എനിക്കിതിലൊരു കഴിവുണ്ടെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റുമെന്നോ വിചാരിക്കാത്ത സമയത്താണ് ദൈവം അതിൻ്റെ ഏറ്റവും നല്ല സമയത്ത് എനിക്ക് ചെയ്തു തന്നത്. ഞാൻ പ്യുവർലി ഇതൊരു ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് ചെയ്യാൻ പറ്റണത്, ഇതൊരു മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റണതെന്ന് ഞാൻ വിശ്വസിക്കുന്നു.